ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിവേഗം ദിവസങ്ങൾ ഓടുകയാണ്. 2026 2-ാം മാസത്തിൻ്റെ ഈ ദിനത്തിൽ ഞാനും നിങ്ങളും സ്നേഹം കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന കുഷ്ഠരോഗിക്ക് കർത്താവ് തൊട്ട സൗഖ്യം കൊടുക്കുമ്പോൾ യേശുവിനെ പട്ടണത്തിനകത്ത് പോലും പ്രവേശിക്കാതെ യേശുവിനെ പുറത്ത് നൽകിയിരിക്കുന്ന യേശുവിനെ കാണാൻ സാധിക്കും. എന്നാൽ അവൻ്റെ അടുക്കൽ വന്നുകൂടുകയാണ്. അന്നത്തെ യഹൂദിൻ്റെ നിയമം അനുസരിച്ച് കുഷ്ഠരോഗിയെ തൊട്ടാൽ തൊടുന്നവന് ശുദ്ധനാകണം. എന്നാൽ ആ കുഷ്ഠരോഗിയെ തൊടുവാനുള്ള അവകാശമുള്ള പുരോഹിതന് അവൻ്റെ വടുവേൽ തൊട്ടാൽ പകരുകയില്ല എന്നുള്ള വിശ്വാസമുള്ള പുരോഹിതൻ്റെ മഹാപുരോഹിതനായ യേശു കർത്താവിന് ആ വലിയ സ്നേഹത്തിൻ്റെ ആ മുഖമാണുള്ളത്. ദൈവം ഈ ഭൂമിയിൽ വന്നത് നമ്മൾ ആ സ്നേഹം കൊടുക്കാൻ വിളിക്കപ്പെടുവാനാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് കുഷ്ഠരോഗി യേശു മനസ്സലിഞ്ഞ് കൈനീട്ടി തൊട്ട് ശുദ്ധമാകാം എന്ന് പറഞ്ഞപ്പോൾ കുഷ്ഠം ശുദ്ധമായി. ഇന്ന് കുഷ്ഠരോഗം പോലെയുള്ള സ്വഭാവങ്ങൾ നമ്മളിലുണ്ട്. ചീഞ്ഞളിഞ്ഞ പന്ന സ്വഭാവങ്ങൾ ഒത്തിരിയുണ്ട് നമ്മളിൽ. യേശു തൊടുമ്പോൾ മാത്രമേ അത് മാറുകയുള്ളൂ. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ അപ്രകാരമുള്ള ശുദ്ധി നമ്മളിൽ വരുത്തുവാൻ നമുക്ക് സാധിക്കണം. ദൈവം അനുവദിക്കുന്ന പക്ഷേ ഈ മാസത്തിൻ്റെ 27, 28, മാർച്ച് 1 തീയതികളിൽ കോട്ടയം നാഗമ്പടം മൈതാനിയിൽ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്യുന്നത്, സമാപന ദിവസം ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ കാതോലിക്ക ബാവ സമാപന സന്ദേശം നടത്തുന്നതുമായ ആ വലിയ എക്യുമെനിക്കൽ കൺവെൻഷൻ സഭാവിഭാഗ ഭേദമന്യേ എല്ലാവരെയും കോർത്തിണക്കി പരസ്പരമുള്ള അകൽച്ചകളെ നീക്കി കർത്താവിൻ്റെ വരവിന് മുമ്പായി യേശു കർത്താവിൻ്റെ ആ സ്നേഹം ലോകത്തിന് കൊടുക്കുവാൻ, ഐക്യപ്പെട്ട ഒരുമിച്ച് നിന്ന് ലോകത്തിന് സ്നേഹം കൊടുക്കുവാനുള്ള ഒരു വലിയ യജ്ഞമാണ്. അപ്പോൾ ആ യജ്ഞം സ്നേഹത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. ആ യജ്ഞത്തിൽ സ്നേഹത്തിൻ്റെ മുഖം ഉള്ളപ്പോഴാണ് അത് അനുഗ്രഹമായിത്തീരുന്നത്. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഈ ദൈവസ്നേഹത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ ദൈവസ്നേഹത്താൽ ഏവരെയും നിറയ്ക്കട്ടെ. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ സ്നേഹം കൊടുക്കാൻ ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് തരണമേ. യേശു കർത്താവ് കാണിച്ച ആ വലിയ സ്നേഹത്തെ ഞങ്ങൾക്കും ലോകത്തിന് കൊടുക്കുവാൻ സാധിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, MLA മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ലോകത്തിൻ്റെ പലവിധ തെരുക്കോണുകളിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് യേശുവിൻ്റെ സ്നേഹം കൊടുക്കുവാൻ ക്രൈസ്തവ സഭകൾക്ക് സാധ്യമായി തീരണമേ. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകളും കോളേജുകളും ഓർഫനേജുകളും ജയിലുകളിലും കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ആഴ്ചയിൽ നടത്തപ്പെടുന്ന 27, 28, മാർച്ച് 1 തീയതികളിൽ കോട്ടയം നാഗമ്പടം മൈതാനിയിൽ നടത്തപ്പെടുന്ന കൺവെൻഷൻ യോഗങ്ങളിൽ അങ്ങയുടെ ദൃശ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ.